രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്ന അയോധ്യയിൽ നിന്ന് ബി.ജെ.പി. ഭരണകൂടത്തിന്റെ അന്ത്യത്തിന് തുടക്കം കുറിക്കുന്ന അതീവ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ രാജ്യമെമ്പാടും വിവാദമായി മാറുന്നത്. ഭാരതത്തിലെ കോടിക്കണക്കിന് വരുന്ന സനാതന വിശ്വാസികളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ പരമായിട്ടുള്ള പുണ്യകേന്ദ്രമായിട്ടുള്ള അയോധ്യ രാമക്ഷേത്രത്തിനുള്ളിൽ നടന്ന കോടികളുടെ സ്വർണ്ണ വഴിപാട് കൊള്ള രാജ്യത്താകെ വൻ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് ഉയർത്തിയിരിക്കുന്നത്. ബി.ജെ.പി. തങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായിട്ട് കണ്ടിരുന്ന രാമക്ഷേത്രത്തിനുള്ളിൽ വെച്ച് തന്നെ ഇത്തരമൊരു മഹാപാപം നടന്നു എന്നത് ജനങ്ങൾക്കിടയിൽ കടുത്ത അമർഷത്തിന് കാരണമായിട്ടുണ്ട്. ക്ഷേത്രത്തിലെ വഴിപാട് പെട്ടികളിൽ നിന്നും പണം എണ്ണുന്ന മുറിയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയും സ്വർണം, വെള്ളി, ഉരുപ്പിടികളും വിദേശ കറൻസികളും മോഷണം പോയ സംഭവം കേവലം ഒരു സാധാരണ മോഷണമല്ല, മറിച്ച് ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടന്ന വൻ അഴിമതിയെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് മാത്രമല്ല, അതാണ് സത്യം. ഈ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഈ വിഷയം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ടതോടെയാണ് ബി.ജെ.പിയുടെ ഭക്തി രാഷ്ട്രീയത്തിന്റെ തനിനിറം രാജ്യം തിരിച്ചറിഞ്ഞത്. വെറും 40 ദിവസത്തിനുള്ളിൽ CCTV ക്യാമറകളെ പോലും വെട്ടിച്ച് പലതവണ കൊള്ള നടന്നിട്ടും അധികൃതർ ഇത് മൂടിവെക്കാൻ ശ്രമിച്ചതായിട്ടാണ് വിവാദം ഘടിപ്പിച്ചത്. ഈ വിവാദം കൈവിട്ടു പോയതോടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രത്യേക അന്വേഷണത്തെ SIT പ്രഖ്യാപിച്ചെങ്കിലും അന്വേഷണം മുന്നോട്ട് പോകും തോറും ബി.ജെ.പിയുമായിട്ടുള്ള അടുത്ത ബന്ധമുള്ളവരുടെ പേരുകളാണ് പുറത്തു വരുന്നത്. കേസിൽ ഇതിനോടകം തന്നെ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ അടുത്ത അനുയായിയായിട്ടുള്ള തിന്നു യാദവ് ഉൾപ്പെടെയുള്ളവർ പ്രതിപട്ടികയിൽ വന്നതോടെ കനത്ത ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചമ്പത് റായിക്കും അനിൽ മിശ്രയ്ക്കും ട്രസ്റ്റിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നു എന്നത് ബി.ജെ.പിക്ക് ദേശീയ തലത്തിൽ വരുത്തിവെച്ച നാണക്കേട് ചെറുതല്ല, ഏറ്റവും വലിയ നാണക്കേടാണ്. കാരണം രാമന്റെ പേരും പറഞ്ഞ് വോട്ട് തെണ്ടാൻ ഇറങ്ങിയ ആളുകൾക്ക് ഇതിൽ പരം നാണക്കേടില്ല, ഇതിൽ പരം ഒരു തിരിച്ചടിയുമില്ല. രാമനെ ചതിക്കാൻ അങ്ങനെ ഒരുപക്ഷെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റും, എന്നാൽ സാക്ഷാൽ അവർ വിശ്വസിക്കുന്ന ദൈവത്തെ ചതിക്കാൻ കഴിയുമോ എന്നതാണ്. എന്തായാലും ഇതിനു പുറമെ മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി S. ലക്ഷ്മി നാരായണന്റെ കുടുംബം സമർപ്പിച്ച 5 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം പൂശിയ രാമചരിതമാനസ് ഗ്രന്ഥം ക്ഷേത്രത്തിൽ നിന്നും മാറ്റിയെന്ന വെളിപ്പെടുത്തൽ കൂടി വന്നതോടെ വിവാദം പൂർണ്ണമായി. ഈ കേസ് സാധാരണക്കാരായ വോട്ടർമാർക്കിടയിലും വിശ്വാസികൾക്കിടയിലും ബി.ജെ.പിക്കെതിരെ കടുത്ത വികാരം രൂപപ്പെടാൻ കാരണമായിരിക്കുകയാണ്. ഈ അഴിമതി കഥകൾ വരാനിരിക്കുന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് വലിയ രാഷ്ട്രീയ ആയുധമായിട്ട് മാറുമെന്നതിൽ യാതൊരു സംശയമില്ല. അറിഞ്ഞു കളിച്ചാൽ ഈ ബി.ജെ.പിയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അയോധ്യയിലെ ഈ ഒരു മഹാപാപത്തിലൂടെ ബി.ജെ.പിയുടെ പതനത്തിന് ഔദ്യോഗികമായിട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കാലങ്ങളായിട്ട് രാജ്യത്തെ ജനങ്ങളെ വൈകാരികമായിട്ട് ചൂഷണം ചെയ്ത് വോട്ട് ബാങ്ക് ഉറപ്പിച്ചിരുന്ന ബി.ജെ.പിയുടെ ഹിന്ദുത്വ കാർഡ് അയോധ്യയിൽ വെച്ച് തന്നെ പൂർണ്ണമായിട്ടും തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ഭക്തിയുടെ പേരിൽ കോടികൾ പിരിച്ചെടുത്ത് അതിൽ അഴിമതി നടത്തുന്ന കാപട്യക്കാരാണ് തങ്ങളെന്ന് ബി.ജെ.പി സ്വന്തം പ്രവൃത്തിയിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ്. ഒന്നും വേണ്ട, ആ ക്യാമറയിൽ നിന്ന് സ്വർണ്ണക്കട്ടികളും ഈ പണവും എടുത്തുകൊണ്ട് പോകുന്നത് ജനങ്ങൾ മൊത്തം കണ്ടിരിക്കുകയാണ്. അതിന് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ അവർക്ക് അത്രയും ബുദ്ധിയുണ്ടോ എന്ന് പോലും അറിയത്തില്ല. എങ്കിലും ഒരുപക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തിയേക്കാം. ഇപ്പോൾ അഖിലേഷ് യാദവിന്റെ തലയിലാണല്ലോ ഈ കേസുള്ളത്. എന്തായാലും 2024 പൊതു തെരഞ്ഞെടുപ്പിൽ അയോധ്യ ഉൾപ്പെടുന്ന ഈ ഫൈസാബാദ് മണ്ഡലത്തിൽ ബി.ജെ.പി കനത്ത പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ തന്നെ അവരുടെ പതനത്തിന്റെ ആദ്യ ലക്ഷണം രാജ്യം കണ്ടിരുന്നു. അയോധ്യയിലെ ജനങ്ങളുടെ വീടുകളും കടകളും ബലം പ്രയോഗിച്ച് ഒഴിപ്പിച്ചതും കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകാതെയും ബി.ജെ.പി കാട്ടിയ അഹങ്കാരത്തിന് വോട്ടർമാർ നൽകിയ മറുപടിയായിരുന്നു അത്. എന്നാൽ ഒരുപക്ഷെ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു സംഭവം ഒരുപക്ഷെ അവർ വിശ്വസിക്കുന്ന രാമന്റെ അനുഗ്രഹമായിരിക്കും. ഈ പരാജയത്തിന് തൊട്ടു പിന്നാലെ ക്ഷേത്രത്തിനകത്ത് തന്നെയുള്ള കൊള്ള നടന്നത് ബി.ജെ.പിയുടെ അന്ത്യം അയോധ്യയിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്ന പ്രവചനങ്ങളെ ശരിവെക്കുന്നു. ലക്ഷക്കണക്കിന് രൂപയും കിലോ കണക്കിന് സ്വർണവും ദിവസവും മോഷ്ടിക്കപ്പെട്ടിട്ടും കേന്ദ്രത്തിന്റെ സുരക്ഷാ ചുമതലയിലുള്ള യോഗി സർക്കാരിന്റെ ഇന്റലിജൻസ് വിഭാഗം എന്തെടുക്കുകയായിരുന്നു എന്ന ചോദ്യം ശക്തമാണ്. പുള്ളിക്ക് അവിടെ പുല്ലുവിലയാണുള്ളത്, അവിടെ എന്ത് നടന്നാലും അദ്ദേഹം അറിയുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഈ പണം എണ്ണുന്ന ജീവനക്കാരെ കൃത്യമായിട്ട് പരിശോധിക്കാതിരുന്നതും
ഈ ബയോമെട്രിക് സിസ്റ്റം ഇല്ലാതിരുന്നതും CCTV ബാക്കപ്പ് മനഃപൂർവ്വം ചുരുക്കിയതുമെല്ലാം ഭരണകൂടത്തിന്റെ അറിവോടെയാണെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അത്രയും കൊട്ടി ആഘോഷിച്ച് രാജ്യത്ത് വലിയ രീതിയിലുള്ള വിളംബരങ്ങളൊക്കെ നടത്തി ഉദ്ഘാടനം ചെയ്ത് അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു ക്ഷേത്രമാണ് രാമക്ഷേത്രം. വിശ്വാസികളെയും അതുപോലെ തന്നെ ഹിന്ദുക്കളെയും ഞങ്ങൾ ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ സംരക്ഷകരായ എന്ന് പറഞ്ഞുകൊണ്ട് RSS വലിയ രീതിയിലുള്ള വിശ്വാസം വിളിച്ചോതുമ്പോൾ മറുവശത്ത് BJP നേതാക്കൾ അവിടെ നിന്ന് കൈയിട്ട് വാരുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് എങ്ങനെ ജനങ്ങൾ ഇതിനെ വിശ്വസിക്കാതിരിക്കും? എന്തായാലും ഇത് BJP സർക്കാരിന്റെ അഴിമതിയുടെ ആഴമാണ് വ്യക്തമാക്കുന്നത്. അഖിലേഷ് യാദവ് ഉന്നയിച്ചതുപോലെ ഈ കേസിൽ പ്രതിസ്ഥാനത്ത് വന്നത് ഒരു മുസ്ലിമോ ക്രിസ്ത്യാനോ ആയിരുന്നെങ്കിൽ BJP ഭരണകൂടത്തിന്റെ ബുൾഡോസറുകൾ ഇതിനോടകം തന്നെ അവരുടെ വീടുകൾ തകർക്കുമായിരുന്നു. അങ്ങനെ നടന്നിട്ടുണ്ട്, അതാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ അതൊന്നും നടക്കില്ല. കാരണം എന്താണ്? ഭരിക്കുന്നത് BJP ആണ്, ആ കട്ടെടുത്തത് BJP നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ എന്ത് വേണമെങ്കിലും ആകാം എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. പക്ഷെ അത് ജനങ്ങൾ അത്ര കാലം വെച്ച് പുറപ്പിക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും പ്രതികൾ സ്വന്തം പാർട്ടിക്കാരായതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കാനും കെട്ടുകഥകൾ ഉണ്ടാക്കാനുമാണ് യോഗി സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ ഇരട്ടത്താപ്പും വിവേചനവും ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിലെ മോദി സർക്കാർ ഉത്തർപ്രദേശിലെ യോഗി സർക്കാരും തമ്മിലുള്ള ആഭ്യന്തര അധികാര തർക്കമാണ് ഈ ഒരു മോഷണ വാർത്ത പുറത്തു വരാൻ കാരണമെന്നാണ് സമാജ്വാദി പാർട്ടി ആരോപിക്കുന്നത്. ഡൽഹിയിലെയും ലക്നൌവിലെയും BJP ഗ്രൂപ്പുകൾ പരസ്പരം പാറ വെക്കാൻ വേണ്ടി ക്ഷേത്രത്തിലെ വിവരങ്ങൾ പുറത്തുവിട്ടതോടെ പാർട്ടിയുടെ ആഭ്യന്തര ശൈഥില്യമാണ് വെളിച്ചത്ത് വന്നിരിക്കുന്നത്. പരസ്പരം കടിച്ചു കീറുന്ന BJP നേതാക്കളുടെ ഈ ഒരു പോക്ക് പാർട്ടിയുടെ തകർച്ച പൂർത്തിയാക്കും. രാമന്റെ പേരിൽ ഇനി വോട്ട് പിരിക്കാൻ BJPക്ക് സാധിക്കില്ല എന്ന അഖിലേഷ് യാദവിന്റെ പ്രസ്താവന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയൊരു സത്യമാണ് വിളിച്ചു പറയുന്നത്. ദൈവത്തെ പോലും സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനായിട്ട് വിറ്റ് കാശാക്കിയ ഒരു പ്രസ്ഥാനത്തെ വോട്ടർമാർ ഇനി എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ തന്നെ പറ. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട്. ഈ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേർ ചിലപ്പോൾ ഞാൻ പറഞ്ഞതിന് എതിരായിട്ട് വരാം. എങ്കിൽ പോലും ഞാൻ പറയുകയാണോ, ഒരു ദൈവത്തെ വിറ്റ് കാശാക്കുക അല്ലെങ്കിൽ ദൈവത്തിന് ഒരുപാട് പൈസകൾ സമർപ്പിക്കുക, എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? ഇത് ആരുടെ കയ്യിലേക്കാണ് പോകുന്നത്? ഒരു ആള്, എന്തിനേറെ പറയുന്നു, ഈ കേരളത്തിൽ ഒരു കുടുംബം പുഴയിൽ ചാടി മരിച്ചത് നമ്മൾ കണ്ടില്ലേ? അങ്ങനെ എത്രയോ പ്രശ്നങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ ഇന്ത്യൻ മഹാരാജ്യത്ത് നടക്കുന്നുണ്ട്. അത്തരം ആളുകളെ തേടിപ്പിടിച്ച് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയോ അവർക്ക് വസ്ത്രം കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്കൊരു പാർപ്പിടം കൊടുക്കുകയോ, എന്തിനേറെ പറയുന്നു, ജോലി ഇല്ലാതെ ഇരിക്കുന്ന എത്രയോ പേരുണ്ട്, അവർക്കൊക്കെ ജോലി കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യുകയോ ചെയ്യാം. പക്ഷേ അതൊന്നും ചെയ്യില്ല. പക്ഷേ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ് ഈ പൈസകൾ. ദൈവത്തിന് എന്തിനാണ് പൈസ? എന്തായാലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ BJPക്ക് വോട്ട് വഴിപാടുകളും നൽകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം BJPയുടെ അഴിമതികളുടെ കളിത്തൊട്ടിലായിട്ട് അയോധ്യ മാറിയതോടെ പാർട്ടിയുടെ ധാർമ്മിക അടിത്തറ പൂർണ്ണമായിട്ടും തകർന്നു. ജനങ്ങളെ എന്നും വർഗീയമായിട്ട് വിഭജിച്ച് ഭരണം നിലനിർത്താമെന്ന BJPയുടെ തന്ത്രങ്ങൾ അവസാനിക്കുകയാണ്. അയോധ്യയിലെ ഭക്തരുടെ കണ്ണീരും പ്രതിഷേധവും BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പൂർണ്ണമായ അന്ത്യത്തിലേക്കാണ് വഴിവെക്കുന്നത് എന്നുകൂടി ഓർക്കണം. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യ മുന്നണി കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ BJPയെ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാൻ സാധിക്കും. അതിൽ യാതൊരു സംശയമില്ല. രാമക്ഷേത്ര നിർമ്മാണത്തെ മുൻനിർത്തിയുള്ള BJPയുടെ വൈകാരിക പ്രചാരണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാതെ നിന്ന് പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ ഏറ്റവും വലിയ ഒരു ബ്രഹ്മാസ്ത്രം കൂടിയാണ് ഈ ഒരു അയോധ്യയിലെ രാമന്റെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത്. ഇന്ത്യ മുന്നണി ഒത്തൊരുമയോടെ ഈ ഒരു അഴിമതി രാജ്യത്തുമെമ്പാടും ചർച്ചയാക്കി കഴിഞ്ഞാൽ BJPക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോലും കഴിയില്ല. രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും നയിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് ഈ ഒരു അഴിമതി കേസ് രാജ്യത്തെ ഓരോ ഗ്രാമങ്ങളിലും എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ വഴി തെളിയിക്കും. BJPക്ക് ദൈവത്തോടുള്ളത് യഥാർത്ഥ ഭക്തിയല്ല എന്നും അത് കേവലം കച്ചവട രാഷ്ട്രീയ നാടകവും മാത്രമാണെന്ന് സാധാരണക്കാരായ ഹൈന്ദവ വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് ഈ ഒരു ഒറ്റ വിഷയം കൊണ്ട് സാധിക്കുമെന്നതാണ്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് സഖ്യമുണ്ടാക്കിയ തദ്ദേശീയ സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രങ്ങൾ ഇതിനോടകം തന്നെ BJPയുടെ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ ക്ഷേത്രക്കൊള്ള കൂടിയായ ജനകീയ ചർച്ചയാക്കി മാറ്റിയാൽ ഹിന്ദി ഹൃദയഭൂമിയിൽ BJPയുടെ വോട്ട് ചോർച്ച ഇരട്ടിയാകുമെന്നതിൽ സംശയമില്ല. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളും ഭരണകൂടത്തിന്റെ അഴിമതിയും ഒന്നിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ വലിയ നേട്ടം ഇന്ത്യ മുന്നണിക്കുണ്ടാകും. എന്തായാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണി ഈ ഒരു അഴിമതിയെ പ്രധാന ആയുധമാക്കി മാറ്റും.
കള്ളപ്പണത്തിനെതിരെയും അഴിമതിക്കെതിരെയും സംസാരിക്കുന്ന മോദിക്ക് സ്വന്തം മൂക്കിന് താഴെ നടന്ന ഈ ഒരു കൊള്ളയെക്കുറിച്ച് മറുപടി പറയേണ്ടി വരും. ഇപ്പോൾ മറുപടിയില്ല, മൗനം പാലിക്കുകയാണ്. പ്രതിപക്ഷം ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ രാജ്യത്തെ ജനങ്ങൾ അഴിമതിക്കാരായ BJP ഭരണത്തിന് അന്ത്യം കുറിക്കുകയും ഇന്ത്യ മുന്നണിയെ അധികാരത്തിലേറ്റുകയും ചെയ്യും. BJPയുടെ മതത്തെ മറയാക്കിയുള്ള അഴിമതികളിലേക്ക് അയോധ്യയിലൂടെ പൂർണ്ണമായും അറുതി വന്നിരിക്കുകയാണ്. ഈ ഭക്തി കേവലം ഒരു രാഷ്ട്രീയ ലാഭത്തിനായി മാത്രം ഉപയോഗിച്ചവർക്ക് ഒടുവിൽ വോട്ടർമാർക്കും കാലം ഒരുമിച്ച് തിരിച്ചടി നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യ മുന്നണി കൃത്യമായിട്ടുള്ള തന്ത്രങ്ങളോടെയും കെട്ടുറപ്പോടെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങളെ വഞ്ചിച്ച BJPയുടെ ഈ ഒരു അഴിമതി ഭരണത്തെ രാജ്യത്ത് നിന്ന് എന്നേക്കുമായിട്ട് തുടച്ചു നീക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. ഇത് വീണ് കിട്ടിയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, വലിയൊരു ബ്രഹ്മാസ്ത്രം കൂടിയാണ്.